Hello dears, welcome to the class. Today we are going to discuss about our third unit, Meow. Okay, let's start our class. Activity 1. Meet Clint's pet. Let us color the parts of the pet as directed. ഇതാണ് ക്ലിൻറ്റിൻ്റെ പെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലിൻറ്റിൻ്റെ പെറ്റിന് അതിൻ്റെ ഓരോ പാർട്സും ഏതൊക്കെ കളറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കളർ ചെയ്യുകയും വേണം. ഏതൊക്കെയാണ് കളർ കൊടുത്തിട്ടുള്ളത്? യെല്ലോ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ 2 ചെവികളും ബ്രൗൺ കളറാണ്. അതുപോലെ തന്നെ ശരീരത്തിലോ ബ്രൗൺ കളറുണ്ട്. പിന്നെ വയറിൻ്റെ ഭാഗത്തൊക്കെ വൈറ്റ് കളറാണ് ഉള്ളത് അല്ലേ? റൈറ്റ് അബൌട്ട് ദ പെറ്റ്. പെറ്റിനെ കുറിച്ച് എഴുതാനും പറഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് എ പപ്പി. ഇതൊരു നായ്ക്കുട്ടിയാണ്. ഇറ്റ് ഈസ് ക്ലിൻസ് പെറ്റ്. ആരുടെ പെറ്റാണ്? ക്ലിൻറ്റിൻ്റെ പെറ്റാണ്. ഇറ്റ് ഈസ് ബ്രൗൺ ആൻഡ് യെല്ലോ ആൻഡ് വൈറ്റ് ഇൻ കളർ. അതുപോലെ ഇതിൻ്റെ കളർ എന്തൊക്കെയാണ്? ബ്രൗൺ ഉണ്ട്, യെല്ലോ മഞ്ഞ കളറുണ്ട്, പിന്നെ വൈറ്റും ഉണ്ട് അല്ലേ? ഇറ്റ് ഹാസ് 2 ലോങ് ഇയേഴ്സ്. നീളമുള്ള 2 ചെവികളുണ്ട്. ഇറ്റ് ഹാസ് 2 ഐസ് ആൻഡ് എ ലോങ് ടെയിൽ. 2 കണ്ണുകളുണ്ട്. ഇറ്റ് ഹാസ് 2 ഐസ് ആൻഡ് എ ലോങ് ടെയിൽ. വാലുമുണ്ട്, നീളമുള്ള വാലുമുണ്ട്. ഇറ്റ് ഹാസ് 4 ലെഗ്സ്. 4 കാലുകളുണ്ട്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു നായയാണ്. ആക്ടിവിറ്റി 2. ലെറ്റ് us sing a song about Clint's pet. ക്ലിൻസിൻ്റെ പെറ്റിനെ കുറിച്ചൊരു സോങ് ആണ്. I have a puppy. Puppy's name is Sippy. I like my Sippy. Sippy loves me too. എന്താണ് ക്ലിൻറ്റ് പാടുന്നത്? I have a puppy. എനിക്കൊരു പപ്പി ഉണ്ട്. നായ്ക്കുട്ടിയെയാണ് നമ്മൾ പപ്പി എന്ന് പറയുന്നത്. Puppy's name is Sippy. എന്താണ് പേര്? സിപ്പി എന്നാണ് പേര്. I like my Sippy. എനിക്കെൻ്റെ സിപ്പിയെ ഇഷ്ടമാണ്. Sippy loves me too. സിപ്പി എന്നെയും സ്നേഹിക്കുന്നു. Now can you write a song about your pet or your toy? നിങ്ങളുടെ പെറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടോയിയെ കുറിച്ച് നിങ്ങൾ ഒരു സോങ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. I have a dog. Dog's name is Rocky. I like my Rocky. Rocky loves me too. എനിക്കൊരു നായയുണ്ട്. നായയുടെ പേര് റോക്കി എന്നാണ്. റോക്കിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചും റോക്കിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആക്ടിവിറ്റി 3. ഹിയർ ഇറ്റ് ഗോസ്. കിക്ക് ദ ബോൾ. ക്ലിൻറ്റും പെറ്റും കൂടി ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ? അപ്പോൾ ക്ലിൻറ്റ് പറയാണ് ഹിയർ ഇറ്റ് ഗോസ്. ഇതാ പോകുന്നു, പന്ത് പോകുന്നതാണ്. കിക്ക് ദ ബോൾ. അപ്പോൾ ബോൾ അടിക്കൂ എന്നൊക്കെയാണ് നായ പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ക്ലിൻറ്റ് ഡൂയിങ്? എന്താണ് ക്ലിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ലിൻറ്റ് ഈസ് കിക്കിംഗ് ദ ബോൾ. ബോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ടിവിറ്റി 4. 2 പേരും ഫുട്ബോൾ കളിക്കുന്നത് കണ്ടു അല്ലേ? ക്ലിൻറ്റ് ബോൾ അടിച്ചപ്പോൾ അത് ഉള്ളിലേക്ക് പോയി. വാട്ട് ഈസ് ദ പപ്പി ഡൂയിങ്? അപ്പോൾ നായ്ക്കുട്ടി എന്താണ് ചെയ്യുന്നത്? പപ്പി ഈസ് ട്രൈങ് ടു ക്യാച്ച് ദ ബോൾ. ബോൾ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആക്ടിവിറ്റി 5. വാട്ട് ഹാപ്പൻ ടു ദ ബുക്സ്? കുറച്ച് ബുക്സ് ഇങ്ങനെ താഴെ വീണ് കിടക്കുകയാണ് അല്ലേ? എന്താണ് ബുക്സിന് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ദ ബുക്സ് ഫെൽ ഡൗൺ. ബുക്സുകൾ താഴെ വീണു. ക്യാൻ യു മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് ദ ഈവൻസ്? ദ ഈവൻസ് ആർ ഗിവൺ ആസ് സ്റ്റിക്കേഴ്സ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഓരോ ഈവൻസുമായിട്ട് മാച്ച് ചെയ്യിക്കണം. ആദ്യത്തേത് ക്ലിൻറ്റ് ഫുട്ബോൾ കളിക്കുന്നതാണ്. പിന്നെയോ രണ്ടാമത്തേത് ഫുട്ബോൾ വീടിനകത്തേക്ക് പോകുന്നതാണ്. മൂന്നാമത്തേത് ബുക്സ് എല്ലാം താഴെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പിക്ചർ ക്ലിൻറ്റ് കിക്ക്ഡ് ദ ബോൾ. ബോൾ അടിച്ചു അല്ലേ? രണ്ടാമത്തേതോ ദ ബോൾ ഹിറ്റ് ദ ബുക്ക് ഷെൽഫ്. ബുക്ക് ഷെൽഫ് അടിച്ച് തകർത്തു. മൂന്നാമത്തെ പിക്ചർ ദ ബുക്സ് ഫെൽ ഡൗൺ. ബുക്സ് എല്ലാം താഴെ വീണു. ആക്ടിവിറ്റി 7. Who jumped out of the books?
ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ്. ബോൾ തട്ടി ബുക്സ് എല്ലാം താഴെ വീണു അല്ലേ? ആ ബുക്സിൽ നിന്ന് കുറച്ച് എനിമൽസും ബേർഡ്സും ഒക്കെ പുറത്തേക്ക് വന്നു. അത് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ആരൊക്കെയാണ്? സീബ്ര, കാറ്റ്, ഈഗിൾ, മങ്കി, റാറ്റ്, ക്രോ, റാബിറ്റ്, ഡക്ക്, പാരറ്റ്. സീബ്രയുണ്ട്, പൂച്ചയുണ്ട്, പിന്നെയോ ഈഗിൾ പരുന്തുണ്ട്, മങ്കി കുരങ്ങനുണ്ട്, റാറ്റ് എലിയുണ്ട്, റാബിറ്റ് മുയലുണ്ട്, ക്രോ കാക്കയുണ്ട്, ഡക്ക് താറാവ്, പാരറ്റ് തത്ത. ഇതൊക്കെയാണ് അതിൽ നിന്നും പുറത്തു ചാടിയത്. ആക്ടിവിറ്റി 8. ക്ലാസിഫൈ ദ ക്യാരക്ടേഴ്സ് ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബുക്സ്. ബുക്സിന് പുറത്തേക്ക് ചാടിയ ആ ക്യാരക്ടേഴ്സ്, മൃഗങ്ങളും പക്ഷികളൊക്കെ ചാടിയില്ലേ, അതിലേതൊക്കെയാണ് എനിമൽസ്, ഏതൊക്കെയാണ് ബേർഡ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. എനിമൽസ് മൃഗങ്ങൾ ഏതൊക്കെയാണ്? മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, റാബിറ്റ്, സീബ്ര, കാറ്റ്, റാറ്റ്. ഇത്രയും പേരാണ്. ബേർഡ്സ് പക്ഷികൾ ഏതൊക്കെയാണ്? ഡക്ക്, പാരറ്റ്, ക്രോ, ഈഗിൾ. ആക്ടിവിറ്റി 9. ക്ലിൻറ്റ് brought the animals and birds back to the books, but one was missing. Who was missing? ക്ലിൻറ്റ് എനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ, ബുക്കിൽ നിന്ന് പുറത്ത് ചാടിയ എനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ തിരിച്ച് ബുക്കിലേക്ക് തന്നെ കയറ്റാൻ നോക്കുമ്പോൾ ഒരാളെ കാണാനില്ല. ആരാണ് മിസ്സിങ്? ആ പിക്ചറിലൊന്ന് നോക്കൂ. യെസ്, ആരാണ്? ദ കാറ്റ് ഈസ് മിസ്സിങ്. പൂച്ചയാണ് മിസ്സായിരിക്കുന്നത്. ആക്ടിവിറ്റി 10. എ കാറ്റ് വാസ് മിസ്സിങ്. ക്ലിൻറ്റ് ലുക്ക്ഡ് എവരിവെയർ. വേർ ഡിഡ് ദ കാറ്റ് ഗോ? എ കാറ്റ് വാസ് മിസ്സിങ്. ഒരു കാറ്റ്, പൂച്ച മിസ്സായിരിക്കുകയാണ് അല്ലേ? പൂച്ചയെ കാണാനില്ല. ക്ലിൻറ്റ് ലുക്ക്ഡ് എവരിവെയർ. എല്ലായിടത്തും ക്ലിൻറ്റ് നോക്കി. വേർ ഡിഡ് ദ കാറ്റ് ഗോ? എവിടേക്കായിരിക്കും കാറ്റ് പോയിട്ടുണ്ടാവുക? ഷീ വെൻറ്റ് ടു ദ കിച്ചൺ. എവിടേക്കാണ് പോയത്? കിച്ചണിലേക്ക്, അടുക്കളയിലേക്കാണ് പോയത്. ആക്ടിവിറ്റി 11. ലെറ്റ് us complete the conversation. ആ കോൺവെർസേഷൻ, സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിൻറ്റ്, മോം ഡിഡ് യു സീ എ കാറ്റ്? അമ്മേ, നിങ്ങളൊരു പൂച്ചയെ കണ്ടോ? അപ്പോൾ മദർ ചോദിക്കുകയാണ്, വിച്ച് കാറ്റ്? ഏത് പൂച്ച? ക്ലിൻറ്റ്, ദ കാറ്റ് ഫ്രം ദ ബുക്ക്. ഒരു പൂച്ച ബുക്കിൽ നിന്ന് വന്നില്ലേ, അത്. മദർ, നോ ഐ ഡോണ്ട് നോ ദ കാറ്റ്. ഇല്ല, എനിക്കറിയില്ല ആ പൂച്ചയെ. അമ്മ ചിലപ്പോൾ ബുക്ക് വീണതും മൃഗങ്ങൾ പുറത്ത് ചാടിയതുമൊന്നും അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? വാട്ട് ഹാപ്പൻ ടു ദ പപ്പി? വൈ ഈസ് ഹീ ക്രൈയിങ്? എന്താണ് പപ്പിക്ക് സംഭവിച്ചത്? എന്തിനാണ് പപ്പി കരയുന്നത്? പപ്പിയുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ വീണതാകാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹി ഫെൽ ഡൗൺ. അവൻ വീണു, അതുകൊണ്ട് കരഞ്ഞതാകാം. അല്ലെങ്കിൽ ബ്ലഡ് ഈസ് കമ്മിങ് ഫ്രം ദ ഇയേഴ്സ്. ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നത് കൊണ്ട് കരഞ്ഞതാകാം. ആക്ടിവിറ്റി 13. വേർ ഈസ് ദ പപ്പി? പപ്പി എവിടെയാണ്? ദ പപ്പി ഈസ് ഓൺ ദ മാറ്റ്. ആ മാറ്റിന് മുകളിലാണ് പപ്പി. വേർ ഈസ് ദ ക്ലോക്ക്? ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ആ ചുമരിന് മുകളിലാണ് ക്ലോക്ക്. ആക്ടിവിറ്റി 14. ദ പപ്പി ഈസ് അണ്ടർ ദ ബെഡ്. പപ്പി എവിടെയാണ്? ബെഡിന് താഴെ, അണ്ടറാണ് അല്ലേ? ദ കാറ്റ് ഈസ് ഓൺ ദ ബെഡ്. പൂച്ച ബെഡിന് മുകളിലാണ്. ആക്ടിവിറ്റി 15. ലെറ്റ് us color the rooster. Paste color paper strips on the rooster's tail. ഈ റൂസ്റ്റർ, പൂവൻ കോഴിക്ക് കളർ കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വാല് കളർ പേപ്പറിൻ്റെ സ്ട്രിപ്സ് ഉപയോഗിച്ച് ഒട്ടിച്ച് ഭംഗിയാക്കാനും പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ? ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം. ആക്ടിവിറ്റി 16. വാട്ട് ഡസ് ദ റൂസ്റ്റർ സേ? എന്താണ് റൂസ്റ്റർ പറയുന്നത്? പപ്പി ചോദിക്കുകയാണ്, ക്യാൻ യു സേ മിയാവ്? നീ മിയാവ് എന്ന് പറയുമോ? അപ്പോൾ റൂസ്റ്റർ പറയാണ്, ഐ ഓൺലി സേ കോക്ക് എ ഡൂഡിൽ ഡൂ. ഞാൻ കോക്ക് എ ഡൂഡിൽ ഡൂ എന്ന് മാത്രമേ പറയുള്ളൂ.
Activity 17. The puppy heard the mew again. He saw a mouse. Complete their conversation. പപ്പി വീണ്ടും മ്യൂ എന്നുള്ള സൗണ്ട് കേട്ടു. അപ്പോഴതാ ഒരു എലി നിൽക്കുന്നു. അങ്ങനെ അവനോട് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതണം. ഡു യു സേ മ്യാവ്? ദ പപ്പി ആസ്ക്ഡ്. ഐ സേ ഓൺലി പിപ്പ് 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 പിപ്പ്. പപ്പി എന്താ ചോദിച്ചത്? നീ മിയാവ് എന്ന് കരയുമോ? അപ്പോൾ മൗസ് എന്താ പറഞ്ഞത്? ഞാൻ പിപ്പ് 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 എന്ന് മാത്രമേ പറയൂ. ലെറ്റ് us make a dog using paper. പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഡോഗിനെ ഉണ്ടാക്കി നോക്കണം. ആക്ടിവിറ്റി 19. ഹാവ് യു മെയ്ഡ് എ പേപ്പർ ഡോഗ്? കളർ ദ ഡോഗ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. നിങ്ങളൊരു പേപ്പർ ഡോഗ് ഉണ്ടാക്കിയില്ലേ? അതിന് കളർ കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ ഡോഗ് യു പേസ്റ്റഡ്. ഒട്ടിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് വിവരിക്കാനും പറഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് എ ഡോഗ്. ഇതൊരു ഡോഗാണ്, നായയാണ്. ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ. ഇതിൻ്റെ കളർ എന്താണ്? ബ്രൗൺ, തവിട്ട് നിറമാണ്. ഇറ്റ് ഹാസ് ലോങ് ഇയേഴ്സ്. നീളമുള്ള ചെവികളുണ്ട്. 2 ഐസ് ആൻഡ് 4 ലെഗ്സ്. 2 കണ്ണുകളും 4 കാലുകളുമുണ്ട്. 1 ലോങ് ടെയിൽ. പിന്നെ ഒരു നീണ്ട വാലുമുണ്ട്. ആക്ടിവിറ്റി 20. ആഡ് മോർ ലൈൻസ് ടു ദ റൈം. പപ്പി. ഹലോ റൂസ്റ്റർ. ഹലോ റൂസ്റ്റർ, ഡു യു സേ മ്യാവ്? റൂസ്റ്റർ. കോക്ക് എ ഡൂഡിൽ. കോക്ക് എ ഡൂഡിൽ. ഐ സേ ഓൺലി കോക്ക് എ ഡൂഡിൽ ഡു. ഒരു റൈം തന്നിട്ട് നമ്മളോട് കുറച്ച് ലൈൻസ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം പപ്പി പോയിട്ട്, നായ്ക്കുട്ടി പോയിട്ട് റൂസ്റ്റർ പൂവൻ കോഴിയോട് ചോദിക്കുകയാണ്, നീ മിയാവ് എന്ന് കരയുമോ എന്ന്. അപ്പോൾ റൂസ്റ്റർ പറയാണ്, ഞാൻ ആകെ പറയുന്നത് കോക്കെ ഡൂഡിൽ എന്ന് മാത്രമാണ്. പപ്പി. ഹലോ മൗസ് ഡു യു സേ മിയാവ്? പിന്നെ പോയത് എലിയുടെ അടുത്തേക്കാണ്, മൗസിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡു യു സേ മ്യാവ്? നീ പറയുമോ മ്യാവ് എന്ന്? അപ്പോൾ മൗസ് പറയാണ്, പിപ്പ് 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 പിപ്പ്. ഐ സേ ഓൺലി പിപ്പ് പിപ്പ് പിപ്പ്. ഞാൻ ആകെ പറയുന്നത് പിപ്പ് 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 എന്ന് മാത്രമാണ്. അപ്പോൾ പപ്പി ചോദിക്കുകയാണ്, ഹലോ ഡോഗ് ഡു യു സേ മ്യാവ്? ഒരു ഡോഗിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോഗ് പറയാണ്, ഭൗ വൗ ഐ സേ ഓൺലി ഭൗ വൗ. ഞാൻ പറയുന്നത് ഭൗ വൗ എന്ന് മാത്രമാണ് എന്നാണ് ഡോഗ് ആൻസർ പറയുന്നത്. ആക്ടിവിറ്റി 21. വാട്ട് ഈസ് ദ പപ്പി ആസ്കിങ്? വാട്ട് ഈസ് ദ ഫ്രോഗ്സ് റിപ്ലൈ? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. എന്താണ് പപ്പി ചോദിക്കുന്നത്? അതിന് ഉത്തരമായിട്ട് ഫ്രോഗ്, തവള എന്താണ് പറയുന്നത്? അവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പപ്പി ചോദിക്കുന്നത്, ക്യാൻ യു സേ മ്യാവ്? നീ മ്യാവ് എന്ന് പറയുമോ എന്നാണ് തവളയോട് ചോദിക്കുന്നത്. അപ്പോൾ തവള പറയാണ്, ഐ സേ ഓൺലി ക്രോക്ക് ക്രോക്ക്. ഞാൻ എങ്ങനെയാണ് പറയുക? ക്രോക്ക് ക്രോക്ക് എന്നാണ് പറയുക. ആക്ടിവിറ്റി 22. റൂസ്റ്റർ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്? എന്തു പറ്റി? വാട്ട് വിൽ ദ പപ്പി സേ? എന്തായിരിക്കും പപ്പി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഹണി ബീ സ്റ്റങ് ഓൺ മൈ നോസ്. ഐ ജംപ്ഡ് ഇൻ ടു പോണ്ട്. തേനീച്ച എൻ്റെ മൂക്കിൽ കുത്തി. ഞാൻ കുളത്തിലേക്ക് എടുത്തു ചാടി. ഇത് പറഞ്ഞിട്ടാണ് പപ്പി ഓടിപ്പോകുന്നത്. 23. വാട്ട് ഡിഡ് ക്ലിൻറ്റ് ആസ്ക്? എന്താണ് ക്ലിൻറ്റ് ചോദിച്ചത്? വൈ ആർ യു ക്രൈയിങ്? എ കാറ്റ് സ്ക്രാച്ച്ഡ് മീ. പപ്പി എന്താണ് ആൻസർ പറഞ്ഞത്? എ കാറ്റ് സ്ക്രാച്ച്ഡ് മീ. ഒരു പൂച്ച എന്നെ മാന്തി. അപ്പോൾ എന്തായിരിക്കും ക്ലിൻറ്റ് ചോദിച്ചിട്ടുണ്ടാവുക? പപ്പി ഇങ്ങനെ കരഞ്ഞ് ഇരിക്കുകയാണ് അല്ലേ? അപ്പോഴാണ് ചോദിച്ചിട്ടുണ്ടാവുക, വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത് എന്ന്. ആക്ടിവിറ്റി 24. ആർ യു ഇൻ ദ സ്റ്റോറി? നിങ്ങൾ ഈ കഥയിലുണ്ടോ? പപ്പി പാരറ്റിനോട് ചോദിക്കുകയാണ്, പാരറ്റ് ആർ യു ഇൻ മൈ സ്റ്റോറി? തത്തേ, നീ എൻ്റെ സ്റ്റോറിയിൽ, എൻ്റെ കഥയിലുണ്ടോ? അപ്പോൾ പാരറ്റ് പറയാണ്, നോ ഐ ആം നോട്ട് ഇൻ യുവർ സ്റ്റോറി. ഞാൻ നിൻ്റെ കഥയിൽ ഇല്ല. പിന്നെ റൂസ്റ്ററിനോടാണ് പപ്പി ചോദിക്കുന്നത്,
പക്ഷേ എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. റൂസ്റ്റർ എന്താണ് പറയുന്നത്? യെസ്, ഐ ആം ഇൻ യുവർ സ്റ്റോറി. അപ്പോൾ എന്താണ് പപ്പി ചോദിച്ചിട്ടുണ്ടാവുക? റൂസ്റ്റർ റൂസ്റ്റർ ആർ യു ഇൻ മൈ സ്റ്റോറി? റൂസ്റ്റർ, പൂവൻകോഴി, നീ എൻ്റെ കഥയിലുണ്ടോ എന്നായിരിക്കും അല്ലേ? പിന്നെ പപ്പി ചോദിക്കുന്നത് ഫ്രോഗിനോടാണ്, തവളയോടാണ്. യു സേ ക്രോക്ക് ക്രോക്ക് റൈറ്റ്? നീ ക്രോക്ക് ക്രോക്ക് എന്നല്ലേ പറയുന്നത്? അപ്പോൾ ഫ്രോഗ് പറയാണ് യെസ് ഐ സേ ക്രോക്ക് ക്രോക്ക്. അതെ, ഞാൻ ക്രോക്ക് ക്രോക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ പപ്പി ചോദിക്കുന്നത് ഹണീബിയോടാണ്. ഡു യു സേ പിപ്പ് 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 പിപ്പ്? അപ്പോൾ ഹണീബി പറയുകയാണ് നോ. എന്തായിരിക്കും പറയുക? ഐ ഡോണ്ട് സേ പിപ്പ് പിപ്പ് പിപ്പ്. ഞാൻ പിപ്പ് 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 എന്ന് പറയില്ല എന്നാണ് ഹണീബി പറയുന്നത്. ആക്ടിവിറ്റി 25. ലെറ്റ് us ലേബൽ ദ ഹോംസ് യൂസിങ് സ്റ്റിക്കേഴ്സ്. തന്നിരിക്കുന്ന സ്റ്റിക്കേഴ്സ് ആരൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് എന്താണ് പറയുന്നത് എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. റാറ്റ്, എലി താമസിക്കുന്നത് എവിടെയാണ്? ഹോൾ, പൊത്തിലാണ് അല്ലേ? ബേർഡ് താമസിക്കുന്നത് നെസ്റ്റ്, കൂട്ടിലാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഡോഗ്, നായ താമസിക്കുന്നത് കെന്നൽ, നായ്ക്കൂട്ടിലാണ്. ഹണീബി എവിടെയാണ്? ഹണി കോംബ്, തേനീച്ചക്കൂട്ടിലാണ് അല്ലേ? അതുപോലെ മങ്കി, കൊരങ്ങൻ എവിടെയാണ്? ട്രീ, മരത്തിലാണ് താമസിക്കുന്നത്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.